നമ്മുടെ ആര്യ ബഡായി ബംഗ്ലാവ് ബിഗ് ബോസ് ഫെയിം ആര്യ ബഡായിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഒരു സ്റ്റോറി വരികയാണ്. ഒരു ഫോൺ കോളാണ്. ഓക്കെ, സംസാരിക്കുന്നത് ആര്യയല്ല, അവരുടെ സ്റ്റാഫാണ്, വിജി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഞരമ്പൻ വിളിച്ചിട്ട് കമ്പി വർത്താനം പറയാൻ നോക്കുന്നതാണ് സംഗതി വീഡിയോ. ഇപ്പം എന്താണെങ്കിലും ഒരുപാട് ചാനലുകളിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് വന്നു. ഞാൻ വിട്ടിരിക്കുക, ആര്യയെ ഫോണിലേക്ക് ഞരമ്പ് രോഗിയുടെ കോൾ ലൈവ് വീഡിയോ ഇട്ട് നാട്ടി. അങ്ങനെ കുറച്ചധികം ചാനലുകളിൽ ഇതേപോലെ കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ആര്യയുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സംഭവിച്ചത്, ആര്യനെ വന്ന് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ 100 ഊഹാപോഹങ്ങളായിട്ട് അങ്ങനെ പോകും. അപ്പം ആര്യനെ വന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ പോർഷൻ ഞാൻ അവിടെ വെക്കാം. എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, കാഞ്ചീപുരം .in, ഒരു സാരിക്കട. ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സ്റ്റോറിൽ ഇങ്ങനെ ക്ലോസിംഗ് ടൈം ആയി, അറൗണ്ട് ഒരു 7 മണി സമയം. ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോള് വരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ കമ്പനിയിൽ കോള് വരുമല്ലോ, അങ്ങനെ ഒരാളെ അറ്റൻഡ് ചെയ്തത് എൻ്റെ സൂപ്പർ താരം, എൻ്റെ ഓൾ ഇൻ ഓൾ ആണ്, വിജിത. നിങ്ങൾ എല്ലാവർക്കും കുറച്ചെങ്കിലും വിജിതേനെ എന്തായാലും അറിയാമായിരിക്കും. വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കാഞ്ചീപുരത്തിൻ്റെ നോർമൽ കോൾസ് എല്ലാം നമ്മൾ ആര് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട്. വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ, ഐ ഹാവ് ടു സേ ദിസ്, ഐ ഹാവ് ടു പുട്ട് ഇറ്റ് ദിസ് വേ, ബിക്കോസ് അങ്ങനെയായിരുന്നു അയാളുടെ സംസാരം. ഒരു ജെന്റിൽമാൻ, ഹിസ് വൊക്കാബുലറി വാസ് സോ ഗുഡ്, അയാളുടെ ലാംഗ്വേജ് സ്കിൽ വാസ് സോ ഗുഡ്. അപ്പോൾ ആളിങ്ങനെ ഹലോ, ഇത് ആര്യയുടെ നമ്പറാണോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ആൾ ആദ്യം വിളിച്ചത്. ഹീ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ വിജി പറഞ്ഞു, ഇത് ആര്യയുടെ നമ്പറല്ല, ഇത് കാഞ്ചീപുരത്തിൻ്റെ ഒഫീഷ്യൽ നമ്പറാണ്, എന്താണ് കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, ഇല്ല, ഞാനൊരു പ്രോജക്റ്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്യയുമായിട്ട്, അപ്പം ആര്യയുടെ കോൺടാക്ട് നമ്പർ ഇല്ല. വിജി പറഞ്ഞു, ഇല്ല, ഇത് പേഴ്സണൽ നമ്പർ അല്ല, ആൻഡ് പേഴ്സണൽ നമ്പർ വിത്തൗട്ട് പെർമിഷൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം എന്താണ് കാര്യം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം, എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി, അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ, ഞാൻ ആര്യയുടെ വലിയൊരു ഫാനാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ഷീ പുട്ട് ദ കോൾ ഓൺ സ്പീക്കേഴ്സ്, ബിക്കോസ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പം എനിക്ക് കേൾക്കാം. അപ്പം ഞാൻ ചിരിക്കുക ഇയാളിത് പറയുമ്പോൾ, ഓക്കെ ഫാനാണെന്നൊക്കെ പറയുമ്പോൾ. ദ നെക്സ്റ്റ് സെൻറ്റൻസ് വാസ് ദ ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് വിജി പറഞ്ഞു, സർ കുഴപ്പമില്ല, എന്താണെങ്കിലും മെസ്സേജ് എന്താന്ന് പറഞ്ഞോളൂ, ഞാൻ ആര്യ അടുത്ത് പാസ് ചെയ്യാം, മാമിനോട് പാസ് ചെയ്യാം, എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് തിങ് ഹീ സെഡ് വാസ് ആര്യയുടെ മുല. എന്താണ് ആര്യയുടെ മുല? സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് വാസ് ലൈക്ക്, എന്താ പറയുക, ഒരു പെട്ടെന്നൊരു ബലൂൺ ബേസ്റ്റ് ആവണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ അത്ര ഡീസൻ്റ് ആയിട്ട്, അത്രയും ജെന്റിൽമാൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ വായി ഈ സാധനം വീണപ്പോൾ സത്യം പറയാൻ എനിക്ക് ചിരിയാവും. ഞങ്ങൾ എല്ലാവരും ചിരിക്കുക ചെയ്ത്, വി ഓൾ സ്റ്റാർട്ടഡ് ലാഫിങ്. ഓക്കെ, അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അതായത് ഇതൊക്കെ ചിലപ്പോന്നല്ല, മിക്കവാറും ഇപ്പോൾ പലരുടെയും ലൈഫിൽ ഇതേപോലുള്ള ഞരമ്പ് കോളുകൾ അവർക്ക് വന്നു കാണും. ഇത് ആൺപെൺ വ്യത്യാസം ഇല്ലാതെ വരുന്ന സാധനം കേട്ടോ, അത് ആദ്യമേ പറയാം. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഞരമ്പ് കോളുകൾ വരുന്നത്, ചില സ്ത്രീകൾ ആണുങ്ങൾ വിളിച്ചിട്ടും ഞരമ്പടിക്കാറുണ്ട്. എനിക്കൊക്കെ കുറച്ചധികം കോൾസ് കുറേ കാലമായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷേ നമ്മളെന്ത് ചെയ്യും, ആദ്യം ആ രീതിയിൽ ഡീൽ ചെയ്ത് വിടുന്നുണ്ട്. കാരണം നമുക്ക് പറയാൻ പറ്റില്ലടേ, ഹണി ട്രാപ്പ് പോലത്തെ സെറ്റപ്പുകളാണെങ്കിലോ പറയാൻ പറ്റില്ല. പിന്നെ ചില സിറ്റുവേഷനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അവരോട് വളരെ സാഡ് അടിക്കും. അങ്ങനെയൊക്കെ അടിക്കാറുണ്ട് നമുക്ക് ചില സമയത്ത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു സ്റ്റേജ്. ഇപ്പോൾ ആര്യ ഒക്കെ വളരെ ഫണ്ണി ആയിട്ട് ഇത് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ ലൈഫിൽ ഇങ്ങനത്തെ സ്റ്റേജിൽ പലരും പല രീതിയിലുള്ള ഇങ്ങനത്തെ പരിപാടികൾ, ഞരമ്പ് പരിപാടികൾ കാണിച്ച് ആ ഞരമ്പ് പരിപാടികൾ മൊത്തം ഇവർ പൊട്ടിച്ച് കളഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അതൊരു ഫൺ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളത് ഫൺ മൂഡിലെടുക്കും. ഓക്കെ, എന്നിട്ട് അവരെ എത്രത്തോളം കോഴിയാക്കാൻ പറ്റുമോ അത്രത്തോളം കുഴി അടിച്ചു വിടും അവർക്ക്.
പിന്നെ ഇപ്പം ഈ വിളിച്ച മഹാനെ പോലുള്ളവർ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു വളരെ മാന്യനായിട്ട് സംസാരിച്ച് അങ്ങനെയുള്ളവരാണ് മറ്റേ സൈലൻസറിൻ്റെ തുള കണ്ടാലും പോയി സാമാനം ഇട്ട് കൊടുക്കുന്നത്. അത് വേറെ അങ്ങനെ കുറേ ടീമുകളുണ്ടല്ലോ, തുള കണ്ടാൽ അപ്പം ഇടണം. അങ്ങനത്തെ ടീമുകൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്താണെങ്കിലും ആ കോളിൻ്റെ പോർഷൻ ഞാനിവിടെ വയ്ക്കാം. ഓക്കെ, കുറച്ചധികം ഉണ്ട്. കോള് ഭയങ്കര രസമായിട്ട് പോകുന്ന കോളാണ്, നിങ്ങളതൊന്ന് കേട്ട് നോക്കുക എന്താണെങ്കിലും. തീർച്ചയായിട്ടും. അയ്യോ അതിനാ വരാനുണ്ടായത് ബുദ്ധിമുട്ട്. അല്ല ഇപ്പൊ ട്രിവാൻഡ്രത്തല്ല, ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ്. ഓ ബുദ്ധിമുട്ടാവോ? ട്രിവാൻഡ്രത്ത് വരുമ്പോഴാണല്ലേ? വരുമ്പോ നോക്കാം നമുക്ക്. അഡ്രസ് പറയാവോ? അല്ല അഡ്രസ് പറയുകയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം. അല്ല അഡ്രസ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം. അഡ്രസ് പറയൂ. യാ പറഞ്ഞോളൂ. ഓ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത്? അല്ല അഡ്രസ് ആയിരുന്നു വേണ്ടത്. അതിപ്പോ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? ചേട്ടന്റെ വാണം വിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ ചേട്ടാ? ചേട്ടന്റെ അഡ്രസ് താ, ഞാൻ അവിടെ വന്ന് ബോംബിടാം. ആ ഇല്ല അഡ്രസ് താ. ഇത്രയും വാണം വിടാൻ അറിയാലോ, അഡ്രസ് തരാൻ അറിയില്ലേ? 00748944. അങ്ങ് പറ, ഞാൻ എഴുതിയെടുത്തോളാം. പറ. 23 ആ Lithi apartment. എന്ത് അപ്പാർട്ട്മെന്റ്? Lithi LIZY. ഓക്കെ. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് വാണം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ പൊള്ളി. ഞാൻ ഇംപ്രസ്ഡ് ആയി പോയി. കണ്ടിന്യൂ. പിൻകോഡ് കൂടെ പറഞ്ഞിട്ട് വിട്ടോ. അയ്യോ ഞാൻ ചോദിക്കാൻ മറന്നേ, വാണത്തിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു പേര്? വൈറ്റ് വാട്ട്? White sauce. Aria. Ask him to call me daddy. കഴിഞ്ഞോ? വെച്ചോട്ടെ? ഇല്ല. അപ്പൊ എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ഞാൻ വേറൊരാൾക്ക് കൊടുക്കട്ടെ. ഇതിനെക്കാട്ടി സസ്കിയാണ്. ആ വരാത്തൊക്കെ വരുത്തും. ചേട്ടാ ഞാനും പെണ്ണ തൊണ്ടടന്നിരിക്കട്ടാ, തൊണ്ടടന്നിരിക്ക. ഹലോ, എന്താണെങ്കിലും റിപ്ലൈ കൊടുത്ത ആളുടെ ഒരു എപ്പിക് സാധനമാണ്. ഞാൻ വിട്ടോണ്ടിരിക്കുക, അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത്? കിടില മറുപടി ആയിപ്പോയി. അയ്യോ ഇത് പൊട്ടെന്ന് പറഞ്ഞാൽ ലോക പൊട്ടനാണ് വിളിച്ചു പോകുന്നുണ്ട്. എന്തെന്നാടോ ഇത്, ഇത്ര ദാരിദ്ര്യം പിടിച്ചവന്മാര്. ലൈക്ക് ഒന്നും പറയാനില്ല. എന്താണെങ്കിലും ഇങ്ങനത്തെയൊക്കെ ടീമുകൾ എന്താ പറയുക, പോലീസ് കേസ് ആയാലും ഇനിയിപ്പോൾ പോലീസ് കേസ് കൊടുത്താലും ഇല്ലെങ്കിൽ ഇപ്പം ഈ ഇരിക്കുന്നവരെ ഫോണ് വിളിച്ച് അപ്പുറത്തെ സൈഡിലുള്ള ആളുകളെ വായന്ന് 10 കേട്ടാലും അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇനിയും വിളിക്കുന്നുള്ള നിലയ്ക്ക്. പക്ഷെ എന്താ പറയുക, ഇത് ചിലത് ഭയങ്കര ഡേഞ്ചറാണ്. ചില കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമാർ. അങ്ങനത്തെ സീനൊക്കെ ഭയങ്കര വിഷയമാണ്. കാരണം അതൊക്കെ ഭയങ്കര ട്രോമ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഈ ആര്യനെ വിളിച്ചു, ആര്യ അതൊരു ഫണ്ണായിട്ട് അങ്ങനെ എടുത്തിട്ട് പോയി. ഒരു വേറൊരു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ റെഗുലറായിട്ട് നടക്കുന്ന ഇതേപോലെ ഇൻസ്റ്റാ കോളൊക്കെ വിളിച്ച് അല്ലെങ്കിൽ എവിടുന്ന് നമ്പറൊക്കെ കിട്ടി വിളിച്ച് ചുമ്മാ അടിച്ചു വിടും. നിങ്ങളുടെ നഗ്ന ചിത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പബ്ലിഷ് ചെയ്യും, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ പറയുന്ന അണ്ടിമുക്ക് ടീംസ് ഉണ്ട് കുറേ.
അപ്പോൾ അവർക്കൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണാമറയത്തിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ധൈര്യം കാണുമല്ലോ, അതായിരിക്കും. വെളിച്ചത്ത് വന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചെന്നുണ്ടെങ്കിൽ സൂനേൻ്റെ അറ്റത്ത് കല്ലും കെട്ടിത്തൂക്കി നാട്ടുകാർ ചെത്തിക്കളഞ്ഞു വിടും. പിന്നെ ഇതൊരു രോഗമായിട്ട് കാണുന്ന കുറേ മഹാന്മാരൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഞാനും വിചാരിച്ചിരുന്നു രോഗമല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. ഇതങ്ങനെ കരുതേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ കണക്കിന് കിട്ടി ശരീരം വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം സാധനം പൊന്നുമ്പോൾ ആ വേദന മനസ്സിലിരിക്കും, അയ്യോ കിട്ടൂലോ എന്നുള്ളത്. അതാ നല്ലത്. എന്താണെങ്കിലും ആര്യ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയി. ഏതാണ്ട് ഒരു 1-1.5-2 മണിക്കൂർ ഞങ്ങള് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. ഓക്കെ, സോ വി വെന്റ് ടു തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ. അതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ. അപ്പൊ അവിടെ പോയി ആദ്യം ഞങ്ങൾ ACP സാറിനെ കണ്ടു. ഹി വാസ് എ വെരി വെരി നൈസ് പേഴ്സൺ. ആള് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു, യു ഹാവ് ടു ഫയൽ എ കേസ് ഫയൽ ചെയ്യണം, സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് തൃക്കാക്കര സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ മൊഴി കൊടുത്തു. വളരെ ഡീറ്റെയിൽ ആയിട്ട് മൊഴി കൊടുത്തു. അവര് FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്. ഓക്കെ, ഇതിൽ കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല ഇതുവരെയും. സോ വി ആർ വെയിറ്റിംഗ് നൗ. നമ്പർ ചോദിച്ചപ്പോൾ അപ്പൊ തന്നെ ഞാൻ അവിടുത്തെ പോലീസ് ഓഫീസർ എന്നോട് ഈ കോൾ വന്ന നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ സാറിന് അപ്പൊ തന്നെ കൊടുത്തു. ഒരു 1 hour കഴിഞ്ഞപ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു, ഇതൊരു ഇന്റർനെറ്റ് നമ്പറാണ്, ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ മൊബൈൽ നമ്പർ, ഇറ്റ്സ് ആൻ ഇന്റർനെറ്റ് കോൾ. ഡിവൈസ് നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത്. സോ എനിവേസ് വി ഹാവ് ഫയൽഡ് എ കേസ്. ഇനിയുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് I shall update you. Like നമുക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഞാൻ I'll keep on updating you guys. Hopefully we'll find this guy എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ. I'll see you again with another vlog. പോലീസ് സ്റ്റേഷനിൽ പോയതും കേസ് കൊടുത്തതും കൊള്ളാം, പക്ഷേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൊരു മോഹമൊക്കെ വെറുതെയാണ്. കാരണം പോലീസുകാർ ഒരു അപ്ഡേറ്റ് കിട്ടിയാലല്ലേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ പോയാൽ 2 മണിക്കൂർ ഇരുന്നു. അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം അത് ഇന്റർനെറ്റ് കോൾ എന്നാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ ഉണ്ടല്ലോ. ഇന്റർനെറ്റ് കോൾ ആകുമ്പോൾ പിന്നെ കിട്ടില്ലല്ലോ ആളെ. ഡിവൈസ് വെച്ച് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് വിളിച്ചു ഞാൻ എങ്ങനെ കിട്ടുമോടെ ആ സ്കീം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നും ഞാൻ ഇതിൽ പ്രതീക്ഷിക്കണമൊന്നുമില്ല. എന്നാലും ആര്യ ബഡായി ഇത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഈ കോളിൻ്റെ റിലേറ്റഡ് ആയിട്ട് പല മീഡിയയിൽ വന്ന റൈറ്റപ്പാണ് എടുത്തിട്ട്. എന്നിട്ട് നെക്സ്റ്റ് അവരിട്ടത് കുറച്ച് കമൻറ്റുകളാണ്. ഓക്കെ, ആ കമൻറ്റുകളാണ്, അതായത് ഈ വിളിച്ച ആ ദാരിദ്ര്യം പിടിച്ചവനേക്കാൾ കൂടുതൽ ദാരിദ്ര്യം പിടിച്ചവരാണ് കമന്റ് ഇട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് കണ്ട പൊറ്റനോട്ടത്തിൽ മനസ്സിലായത്. ആദ്യം സ്വയം ശരീരം മറച്ച് തുണി ഉടുക്കണം, പിന്നെ ഒരുത്തൻ്റെയും ശല്യം കാണില്ല. ഏതാ ഞാൻ പറയണില്ല. അപ്പൊ തുണിയുടെ അളവ് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ളവന്റെ കാമം കയറല്. അങ്ങനെയാണോ? അല്ല, ഇവരിപ്പോ ഈ സാരിയൊക്കെ എടുത്ത് ഇറങ്ങി നടന്നാൽ ആരെങ്കിലും ഇവരെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് തുണി എടുത്ത എന്നിട്ട് എന്നെ എന്തിനാ കയറി പിടിച്ച അയ്യോ ഷ്യോ എന്നൊക്കെ പറഞ്ഞ് പോവോ? തുണിയുടെ കണക്കിന് ഒരാളെ കാമ അളക്കുന്നത് എന്തോ നടയത്. ഒരിനം കഴപ്പ് അത്രമാത്രം. ഈ നടിയെ ഇപ്പോൾ ആർക്കും വേണ്ട എന്ന് തോന്നുന്നു. അത് മതി മസ്താനി വാർത്തകളിൽ നിറയാൻ, പ്രശസ്ത ആവാൻ ചെയ്യുന്ന മാതിരി. നാട്ടുകാർ പറയുന്നു ഇവളും ചാൻസ് കിട്ടാൻ വേണ്ടി, പിന്നെ പ്രശസ്തിയിലേക്ക് വരാൻ വേണ്ടി ഇവൾ. എങ്ങനെ ഇരിക്കുന്നത്? അവർ ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള പല ഷോസും ചെയ്തൊരു വ്യക്തിയാണ് ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്കിപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ കോൾ പുറത്ത് വിട്ടിട്ട് അങ്ങനെ പ്രശസ്തിയിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ഇഫ് യു തിങ്ക്, നിങ്ങൾ ഈ കമൻ്റ് ഇട്ട് പ്രശസ്തയാവാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്താണെങ്കിലും നന്മ മരങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആറാടിയിരിക്കുകയാണ്. ഞാനൊക്കെ 100 കണക്കിന് സ്ത്രീകളോട് ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. വാവ് ഗ്രേറ്റ്. അതിൽ 2-3 സ്ത്രീകൾ മാത്രം പുറത്ത് പറഞ്ഞത്. അതാണ് പ്രശ്നം. 100 കണക്കിന് പറയുമ്പോൾ 2-3 പറയുന്നതാണ് വിഷയം. 100 പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻ്റ് ഇടാൻ ബാക്കി ഉണ്ടായിരുന്നോ? അതോ ഇനിയിപ്പോൾ ഞാൻ വലിയ മറ്റേ ജോണി സിന്നാണെന്ന് കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കമൻ്റ് ആണോ എന്നറിയില്ല.
അത് പുറത്ത് വെളിപ്പെടുത്താതെ പറയാത്ത ചില സ്ത്രീകളോട് മാത്രം ഇപ്പോൾ ഒരു ബഹുമാനം, ആരാധനയും സ്നേഹവും തോന്നുന്നുണ്ട്. ഓ, ഇവൻ കിട്ടുമെന്ന് വെച്ചിട്ട് അത് പുറത്ത് പറയാത്ത പെണ്ണുങ്ങളോട് അവന് ബഹുമാനം. കൊള്ളാം. കാരണം അവരോട് ഞാൻ പിന്നീട് ചോദിച്ചപ്പോൾ, മോനെ അത് നിന്റെ പ്രായത്തിൻ്റെതാണ്, കണക്കുകൂട്ടി ഞാൻ അന്ന് ആരോടും പറഞ്ഞില്ല, നിന്നെ നാണം കെടുത്തേണ്ടത് എന്ന് കരുതി. ഇത് ഈ വിളിച്ചവൻ തന്നെ ഇട്ട കമൻ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. നമ്മൾ കൊച്ചാകുമ്പോൾ വിവരമില്ലാത്ത ചില സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിവരമുള്ള സ്ത്രീകൾ അത് ചിലർ മറച്ചു പിടിക്കും. ഞാൻ പിന്നീട് പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി അത് എനിക്ക് അന്ന് വിവരമില്ലാതെ മദ്യപിച്ചു കൊണ്ട് പറഞ്ഞതാണ്. ഓ, വിവരമില്ലായ്മയും മദ്യപാനവും പിന്നെ അത് മറച്ചു വെക്കുന്ന സ്ത്രീകളും. എൻ്റെ പൊന്നി, ഇത്രയും ദാരിദ്ര്യം പിടിച്ച കമൻറ്റ്. ഇത് അവൻ തന്നെ തോന്നുന്നുണ്ട്. ആ ഫോണ് വിളിച്ചവൻ തന്നെ കഷ്ടപ്പെട്ടിരുന്ന് കുത്തിയിട്ടതാ തോന്നുന്നുണ്ട്. എന്തുവാടെ ഇത്? അവർക്ക് ഉണ്ടായൊരു ഇത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേർക്ക് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഞരമ്പ് ടീമുകൾ വന്ന് വിളിച്ചിട്ട് അത് അവർ പബ്ലിക്കിൽ ഇങ്ങനെ ഇട്ടാലല്ലേ ഏതെങ്കിലും ഒരുത്തനെങ്കിലും പൊക്കണ്ടേ പോലീസ്. അതൊക്കെ പോലീസ് പൊക്കൂല്ല. ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഏതെങ്കിലും ഒരു അറിയപ്പെടാത്തൊരു രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ് അവിടുത്തെ ഇൻ്റർനെറ്റ് കോളാന്നും പറയും. അങ്ങനെ മലയാളികൾ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ചന്ദ്രനിൽ നിന്ന് വന്ന കോളാന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ആ അവസ്ഥയിലാണ് ഇവിടുത്തെ പോലീസും സിസ്റ്റവും പോകുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കോളുകൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും 1-2 പേടിച്ച് ഇതേപോലുള്ള പരിപാടികളിൽ നിന്ന് പിന്മാറിയാൽ ഇറ്റ്സ് ബെറ്റർ. അല്ലാതെ ഇപ്പോൾ ഈ കമൻ്റ് ഇട്ടവൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വിവരമില്ലായ്മയും എൻ്റെ കള്ളു കുടിച്ച ബോധത്തിലും ഞാൻ ആരോടും ചോദിക്കും. അപ്പം അവർ മിണ്ടാതിരിക്കുന്ന അവർ നല്ല സ്ത്രീകൾ, അല്ലെങ്കിൽ ഫുള്ള് മറ്റേ എന്താ പറയുക മൂടി പൊതിച്ചു പോകുന്ന സ്ത്രീകൾ നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞ കമൻ്റൊക്കെ ഇടുന്നവരോട് നടുവരിലോണ്ട് നമസ്കാരം ഈ വീഡിയോ കാണിക്കാൻ വയ്യ. കാണിച്ചു മടുത്തതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി. അങ്ങനെ ഞാൻ കാണിച്ചു എന്ന് കരുതിയേക്ക്. കഷ്ടം തന്നെ ഇടേ.